ഹായ് ഹലോ അസ്സലാമലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അപ്പം നല്ല വെയിലുണ്ട് കേട്ടോ രാവിലെ. അപ്പം ഞാൻ കരുതി സിറ്റ് ഔട്ടിലിടണ ചവിട്ടിയൊക്കെ ഒന്ന് കേകിടാന്ന് കേട്ടോ. അങ്ങനെ ഒന്ന് കുതിർക്കാൻ വെച്ചു. അപ്പം തന്നെ ആ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് കരുതിട്ടോ. നല്ല വെയിലുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ മഴ വരുമോയെന്നറിയില്ല. ഇപ്പം നല്ല വെയിലാണ്, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ ഒന്ന് കുതിർത്തിട്ടിക്കണമെങ്കിൽ ഞാൻ ഈ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് അതൊന്ന് ഉരക്കാം. ഒരു പഴയ ചൂലുണ്ടല്ലോ നമ്മളെ കമ്പി വെച്ചില്ല ബ്രഷ് മാരത്തെ, അതിൻ്റെ ഒരു പഴയതാട്ടോ. അത് വെച്ച് ഉരക്കാൻ നല്ല സുഖമുണ്ട്. അപ്പം അങ്ങനെ ഉരക്കുകയാണ്. അപ്പം അതവിടെ കിടന്ന് നല്ല വെയിൽ തട്ടുന്ന സ്ഥലമായതുകൊണ്ടേ. പിന്നെ ഇപ്പോൾ നമുക്ക് തുണി കഴുകണം. അപ്പോൾ മുറ്റത്ത് തോരയിടാൻ വല്ലാതെ സ്ഥലമല്ല കേട്ടോ. മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കെട്ടാൻ സ്ഥലമില്ല. അപ്പോൾ ഇല്ല സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ തുണി കഴുകലൊക്കെ കഴിഞ്ഞു. കാക്കകളും ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കഴുകിയിട്ടാൽ അവിടെ നിറയെ കാക്കയ്ക്കാരം തൂറിയിട്ട് പോവും. അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ തന്നെയാണ് കാര്യമായിട്ടിടൽ. പിന്നെ അങ്ങേ ഭാഗത്തൊരു ഒന്നുണ്ടായി. ഇമ്മയും ദമ്മിയും കൂടിയാണ് കേട്ടോ ഇടൽ. അങ്ങനെ തോരയിടലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഉമ്മ താഴേന്ന് തന്നതിനൊരു ഇളനീർ കരിക്ക് എന്നൊക്കെ പറയില്ലേ, അത് അപ്പം തിന്നാൻ തന്നതാണ്. പക്ഷേ ഞാനത് എടുത്തുവെച്ച് 2 ദിവസം ആയിക്കണം കേട്ടോ. ഞാനതൊന്ന് പൊളിച്ചട്ടെ കരുതി. പാര വെച്ചല്ല പൊളിച്ചിന്, കത്തി വെച്ചാട്ടോ. അപ്പോൾ ഭയങ്കര ഗതികേട്. അതിൽക്കൂടെ ഈ തേങ്ങൻ്റെ ഈ ചകിരിയൊക്കെ ഇങ്ങനെ ഒരു സൈസ് ചുരുണ്ടും കൊണ്ടും ഒക്കെ ആയതുകൊണ്ടേ ഭയങ്കര ഇത്. എന്നാലും പൊളിച്ചു കേട്ടോ. അപ്പം ഞാൻ ഈ തേങ്ങയൊക്കെ പൊളിച്ച് വെച്ചപ്പോൾ തോന്നിച്ച് ജ്യൂസ് അടിച്ചാൻ വേണ്ടിയാണ്ട് നല്ല വെയിലായപ്പോൾ തുണി കഴുകൽ കഴിഞ്ഞാണ്ട് അവിടുന്ന് കയറിയപ്പോൾ തോന്നി അതുകൊണ്ട് ജ്യൂസ് അടിച്ച് കുടിച്ചാന്ന്. ഇപ്പോഴാണ് വേറെ മനസ്സിലേക്ക് ഒന്നും കൂടി വന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് ഐസ് ഉണ്ടാക്കിയാലോ എന്ന് കേട്ടോ. അപ്പം ഞാൻ ഐസ് ഉണ്ടാക്കിയാണ്ട് ഫ്രിഡ്ജിൽ വെച്ചങ്ങാണ്ട് വെള്ളം വെക്കുക തണുപ്പിക്കുക അങ്ങനെയൊന്നും ഉണ്ടാകലില്ല. കാരണം ഇവിടെ ന്യൂഹക്കുട്ടിക്ക് പറ്റൂല. പിന്നെ തണുപ്പ് അരികെ പോയാൽ മതി കേട്ടോ. അലർജി ഉണ്ടായതുകൊണ്ടേ. അതുകൊണ്ട് കുട്ടി കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളും കുടിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾക്കും ചൂടുവെള്ളമേ പറ്റുള്ളൂ കേട്ടോ. തണുത്ത വെള്ളം ഞങ്ങൾക്കും പറ്റാതെയിരിക്കണ്. അങ്ങനെ ശീലിച്ച് പോയിപ്പോൾ. അപ്പോൾ അതാണ് ഇപ്പം ഇന്ന് കാണിച്ചത് കേട്ടോ. ഞാനത് ഗ്ലാസ്സിലാണ്. നമുക്ക് പിന്നെ മോൾഡൊന്നുമില്ല. ഇപ്പോൾ ഗ്ലാസ്സിൽ ഒഴിച്ചങ്ങാണ്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പം ഇന്നിപ്പോൾ അതിൽ ഒഴിച്ച് വെക്കണേ കാണിച്ചെന്നുള്ളൂ. കാരണം അത് കട്ടയൊക്കെ ആയി വരണമെങ്കിൽ കുറേ സമയം എടുക്കുമല്ലോ. അപ്പോഴത്തേന് നമ്മൾ വീഡിയോ ഇടുന്ന സമയമൊക്കെ കഴിയും. അത് ഉണ്ടാക്കണത് മാത്രമേ ഉള്ളൂ കേട്ടോ കാണിച്ചത്. എന്തൊക്കെയുണ്ട്? പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ലൈക്ക് തരാനും മറക്കണ്ട. എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടി. ഞാനങ്ങനെ പറയുന്നുണ്ട് തന്നെ ഉള്ളൂ കേട്ടോ. അവിടേക്കൊന്നും ആരും നോക്കണില്ല. അപ്പം രണ്ടും പൊളിച്ചു. ഇനി നമുക്കിതിനെ പൊട്ടിച്ചെടുക്കാം. രണ്ടും കൂടി ഉടച്ച് നോക്കുമ്പോൾ കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ. ചെറിയ തേങ്ങയാണ്. അപ്പം ഇതിനെ അങ്ങനെ പൊട്ടിച്ചിട്ട് കാണുമ്പോൾ നിങ്ങൾ കരുതും ഇന്നത്തെ അവക്ക് ജീവമല്ലേന്ന്. ഞാൻ പതുക്കെ വെച്ച് ഇപ്പോൾ പൊട്ടും കരുതി 2-3 ആയി ഇപ്പോൾ മേടി നോക്കണ്. പക്ഷേ പൊട്ടണില്ല. പിന്നെ രണ്ടും കൽപ്പിച്ചൊരൊറ്റ വെട്ട് ഇവിടെ പൊട്ടിട്ടോ. അങ്ങനെ രണ്ടെണ്ണം കൂടി കുറച്ച് 1 ഗ്ലാസ് വെള്ളമുള്ളൂ ആകെ കിട്ടിയിട്ട്. അത് ഞാനവിടെ മാറ്റി വെച്ചു. എന്നിട്ട് ഞാനിത് നല്ലോണം പൂണ്ടെടുത്ത് കുറച്ചൊന്ന് ചെറുതാക്കി മിക്സിൻ്റെ ജാറിലിട്ടു. പഞ്ചസാരയും കൂട്ടി അടിച്ചു കേട്ടോ.
പിന്നെ ഇതൊരു ആപ്പിളാണ്. ഇത് ജ്യൂസ് അടിച്ചാന്നോ എന്തെങ്കിലുമൊക്കെ ചെയ്യരുത് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഐസ് ഉണ്ടാക്കിൻ്റെ ബാക്കി ഇതിൽ കിട്ടുകയാണെന്ന് വെച്ചാൽ അതിൽ കൂട്ടിയാണ്ട് ജ്യൂസ് അടിച്ചാൽ മതി. അങ്ങനെ ഐസ് ഇപ്പോൾ ഏതായാലും ഇപ്പോൾ കുടിച്ചാൻ കിട്ടൂലല്ലോ, തിന്നാൻ കിട്ടൂലല്ലോ. അപ്പോൾ ജ്യൂസ് കുടിച്ചായിരുന്നിങ്ങാണ്ട് വെച്ചിക്കാണ്. അപ്പോൾ ഗ്ലാസ്സിക്ക് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കും 3 ഗ്ലാസ് ചെറിയ ഗ്ലാസ് കൂടെ ആക്കി വെച്ചപ്പോൾ കുറച്ച് ഇതിൽ ജ്യൂസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിക്ക് ഞാൻ ആ ആപ്പിളും കൂടി മുറിച്ചിട്ട് ഞങ്ങൾക്ക് 2 ആൾക്കും നല്ലൊരു ഗ്ലാസ് ജ്യൂസും ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. പിന്നെ എന്തൊക്കെ ഉണ്ട്, ഞാനിത് അടിച്ചണത് എന്ന് പറഞ്ഞാൽ പാലും പിന്നെ ഇളനീരും പിന്നെ പഞ്ചസാരയും പിന്നെ ഞാൻ ഏലക്കായ ഇട്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ ചോയ ഇതിലൊരു രസം ഉണ്ടാവില്ല, ഇത് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ പഞ്ചസാര ഇതും ഇട്ടുങ്ങാണ്ട് അടിച്ച് നല്ല കുറുകിയതാണ്. അപ്പോൾ കുറുകിയിൽ വെള്ളം ഒഴിക്കാതെയാണ് പിന്നെ എന്താ ഗ്ലാസ്സിൽ ഒഴിച്ചത് ഐസ് ഉണ്ടാക്കാൻ വെച്ചത്. പിന്നെ നമുക്ക് കുടിച്ചുമ്പോൾ കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നീട്ടി ലൂസാക്കിയാണ്ടാട്ടോ അങ്ങനെയാണ് വെച്ചത്. അപ്പോൾ ഇത് നിറക്കണമൊന്നുമില്ല. പിന്നെ എൻ്റെ സ്റ്റിക്കുകളൊന്നും ഉണ്ടായില്ല, ഞാനൊരു സ്റ്റിക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് നല്ല വ്യത്യാസമുണ്ട്. ഒന്ന് ഗ്ലാസ്സും ഇതൊക്കെ ചെറുതും സ്റ്റിക്ക് ഒരു വലുതുമാണ് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് 3 ഗ്ലാസ്സിൽ ഒഴിച്ചു. എന്നിട്ട് ഈ സ്റ്റിക്കിട്ട് വെച്ചാൽ അതിങ്ങനെ ഇപ്പോൾ കട്ടിയൊന്നും ആകാത്തതല്ലേ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ഒരു കവർ ഇട്ടിക്കണം കേട്ടോ, നടുക്ക് വെച്ചിങ്ങാണ്ട് ഒരു കവറൊക്കെ ഇട്ട് ഇതാക്കിങ്ങാണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എപ്പോഴാണ് എടുക്കുക, രാവിലെയൊക്കെ ഈ കാരം ചിലപ്പോൾ എടുക്കുക കണ്ടോ, ഇങ്ങനെ വെച്ചിക്കുകയാണ്. ഇനി അത്രയും ബാക്കിയുണ്ട്. എനിക്ക് ഞാൻ പിന്നെ ആപ്പിൾ എടുത്ത് ഇട്ടു കേട്ടോ, അതിക്ക് ഇട്ടുങ്ങാണ്ട് അതൊന്ന് ജ്യൂസ് അടിച്ച് ഇപ്പോൾ കുറുകിയാണ്ടല്ലേ, ഇനി അതിക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഞങ്ങൾ 2 ആളും കൂടിയും കുടിച്ചു. നല്ല ദാഹം ഉണ്ടായിരുന്നു. നല്ല വെയിലൊക്കെ കൊണ്ടിരിക്കണ ഞാൻ മുറ്റത്ത് കൂടെ നടന്ന്. അപ്പം നല്ല പിന്നെ ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജ്യൂസും ആയി, 2 ഗ്ലാസ് ജ്യൂസ് കറക്റ്റാണ്. അടിപൊളി ജ്യൂസ് കേട്ടോ, സൂപ്പറാണ്. അപ്പം ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിക്കും വെക്കട്ടെ കേട്ടോ. പിന്നെ ഞാൻ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാനൊന്ന് എടുത്തു നോക്കി, പിന്നെ കട്ട അയക്കണമെന്ന്. അപ്പോൾ കട്ട ആയിട്ടില്ല കേട്ടോ, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് എടുത്തു നോക്കിയതാണ്. ഉണ്ടെങ്കിൽ അത് പൊട്ടി എടുത്തുങ്ങാണ്ട് കാണിച്ചു തരാമല്ലോ മതി. അപ്പോൾ ആകണുള്ളൂ, സമയം അതിന് മാത്രം ആയിട്ടുണ്ടായില്ല, അതുകൊണ്ട് ആകണുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.